ഹായ്, വെൽക്കം ടു ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി. ഇന്ന് നമ്മളൊരു ഇഡിയം പഠിക്കുകയാണ്. ആദ്യം തന്നെ തീ പിടിച്ച വില എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം. ഇത് തീയുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടല്ല ഇംഗ്ലീഷ് പറയുന്നത്. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്നാണ് പറയാം. ഒരു കയ്യും കാലുവിൻ്റെ വില ഉണ്ട് എന്നാണ് പറയാം. ഓക്കെ, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ നോക്കാം. ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇതിന് തീ പിടിച്ച വിലയാണ്. എന്നെങ്ങനെ പറയാം? ദിസ് ഡ്രസ് ഈസ് ലവ്ലി ബട്ട് ഇറ്റ് കോസ്റ്റ് മീ ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയും. ഇറ്റ് കോസ്റ്റ് മീ ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയും. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. എല്ലാവരും പറയുന്നു 916. നമ്മൾ കണ്ടൊരു പരസ്യമാണ്. എല്ലാവരും പറയുന്നു 916, ഭീമ നൽകുന്നു 916. എങ്ങനെ പറയാം? എവ്രിവൺ സേസ് 916, ഭീമ ഗിവ്സ് 916 എന്ന് പറയും. ഇത് ഭീമൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. ഇനി വേറൊരു സെൻറ്റൻസ്. ഇന്നലെ UP-യിൽ 2 പേര് കൊല്ലപ്പെട്ടു. എങ്ങനെ പറയാം? കൊല്ലപ്പെട്ടു, കിൽഡ് അല്ലേ? 2 people were killed in UP yesterday. നമ്മൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പം വേർ കിൽഡ് അല്ലെങ്കിൽ വാസ് കിൽഡ് എന്നാണ് പറയുക. ഒരാളാണെങ്കിൽ വാസ് കിൽഡ് പറയും, ഒന്നിലധികം ആൾക്കാരാണെങ്കിൽ വേർ കിൽഡ് എന്നാണ് പറയുക. ഇനി നിങ്ങൾക്കുള്ള സെൻറ്റൻസാണ്. അത് വളരെ സിമ്പിളായ സെൻറ്റൻസാണ്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. സാധിക്കും എന്നെങ്ങനെ പറയാം? ഐ ക്യാൻ എന്ന് പറയും. അപ്പോൾ സാധിച്ചു എന്നെങ്ങനെ പറയാം? സാധിച്ചില്ല എന്നെങ്ങനെ പറയാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇതിനോട് കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.